ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്രമണത്തിനെതിരെയാണ് ഇന്നലെ നമ്മുടെ 15 സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് അവരൊരു ആക്രമണം നടത്തിയത്. പിന്നെ അവിടെ നമുക്കൊക്കെ അറിയാം, ഇന്നലെ മുതൽ നമ്മളൊക്കെ കണ്ടതാണ്. എത്രയോ ഡ്രോണുകൾ എന്താ പറയാ, നമ്മൾ വിഷുവിനൊക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെ ആകാശത്തേക്ക് എറിയുന്ന പോലെയാണ് പാകിസ്ഥാൻ ചറപറ എന്ന് പറഞ്ഞ ഡ്രോണുകളൊക്കെ അയച്ചത്. പക്ഷെ അതൊക്കെ ഇന്ത്യക്ക് മുന്നിൽ നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച. അതിനെയൊക്കെ അത്തരത്തിൽ നിഷ്പ്രഭമാക്കി കളഞ്ഞത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ രാത്രിയിൽ ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇന്ത്യക്കില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന്. അത്തരത്തിൽ ഇന്ത്യക്ക് ഈ ഡ്രോണുകളെ എതിർക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജമ്മു കാശ്മീരിന്റെ അവസ്ഥ എന്തായേനെ? നീതു, ഇത് ജമ്മു കാശ്മീരിന്റെ മാത്രമല്ല. ഇന്ന് രാവിലെ നമ്മൾ മറ്റൊരു കഥ പറയുമായിരുന്നു. ഇന്നലെ ഒരുപക്ഷെ ഞാൻ രാവിലെ 4 മണി വരെ TV-യിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കാണാറില്ല, കളി കാണാറില്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ത്യയുടെ സൈനികർ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇത് കാണുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ 4-4:30 വരെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഉറങ്ങി. അപ്പോ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. എന്തായിരുന്നു അവരുടെ ഇന്നലത്തെ ഡ്രോണുകളുടെ ഉദ്ദേശം? എല്ലാ ഇത്തരം യുദ്ധത്തിന്റെ തുടക്കത്തിലും നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, അതായത് മിസൈലുകൾ, ഡ്രോണുകൾ, പിന്നെ ഫൈറ്റർ ജെറ്റുകൾ, ഇവ വരുമ്പോൾ അവയെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിനെ തകർക്കുക. അതാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തിരിക്കുന്നത്, ലാഹോറിലൊക്കെ ചെയ്തത്. അല്ലാതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ എയർ ഫീൽഡുകൾ, അതായത് നമ്മുടെ റൺവേകൾ. നമുക്കറിയാം, റൺവേ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ പ്രതലം വേണം. ഹെലികോപ്റ്ററുകൾ മാത്രം, അല്ലെങ്കിൽ ചില പ്ലെയിനുകൾ മാത്രമാണ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ഉള്ളത്. അല്ലെങ്കിൽ റൺവേയിൽ ഓടിക്കൂടി മാത്രമാണ് നമുക്ക് പ്ലെയിനുകൾക്ക്, ഫൈറ്റർ ജെറ്റുകൾക്ക് പൊങ്ങാൻ പറ്റുക. ഫൈറ്റർ ജെറ്റുകൾ വർക്ക് ചെയ്യണമെങ്കിൽ അത് ആകാശത്ത് പറക്കണം, ആകാശത്തേക്ക് പറന്നുയരാൻ സാധിക്കണം. അപ്പൊ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ ഈ പ്ലെയിനുകൾക്ക് പൊങ്ങാൻ പറ്റാത്ത വിധത്തിൽ എയർപോർട്ടുകളുടെ റൺവേകൾ നശിപ്പിക്കും. ഇതാണ് സാധാരണഗതിയിൽ ആദ്യം ചെയ്യുന്നത്. അതാണ് ഇന്നലത്തെ ആദ്യത്തെ അറ്റാക്ക്. ജമ്മു കാശ്മീരിലെ റൺവേകളെ പിന്നെ ലക്ഷ്യമാക്കിയായിരുന്നു, എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ ആദ്യത്തെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് പറന്നുയരാൻ പറ്റാത്തൊരവസ്ഥ അവർക്ക് സംജാതമാക്കിയിരുന്നുവെങ്കിൽ പിന്നെ അവരുടെ പ്ലെയിനുകൾക്ക് കയറി നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ചുറ്റിനും എന്ത് വേണേലും ചെയ്യാം. മാത്രമല്ല, പാകിസ്ഥാൻ വിചാരിച്ചു വച്ചിരിക്കുന്നതും പൊതുവെ ലോകം വിചാരിച്ചു വച്ചിരിക്കുന്നതും പാകിസ്ഥാന്റെ എയർഫോഴ്സ് വളരെ മികച്ചതെന്നാണ്. അതിനകത്തൊരു ചെറുതായിട്ടെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, നമ്മുടേതുമായിട്ട് കിടപിടിക്കുമെന്ന് വെച്ചാൽ ഒട്ടും മോശമില്ലാത്ത ഒരു സംവിധാനമാണ് എന്നായിരുന്നു ഇന്നലെ വരെയുള്ള സങ്കല്പം. നമുക്കറിയാം, നമ്മുടെ അഭിനന്ദൻ വർദ്ധമാന്റെ ഒക്കെ കേസിൽ പോയപ്പോൾ അദ്ദേഹത്തിനെ പ്ലെയിനിനെ വെടിവെച്ചിടാൻ അവർക്ക് സാധിച്ചു എന്നൊക്കെയുള്ള സത്യമാണ്. അപ്പൊ എന്താണ്, നമ്മുടെ റൺവേകളെയും എയർപോർട്ടിനെയും നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനാണ് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായത്. ഇതില്ലായിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു. ഏറ്റവും വലിയ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, നമ്മുടെ സൈന്യത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അയച്ച സ്വാം ഓഫ് മിസൈൽ ഡ്രോൺസ് എന്നാണ് പറയുന്നത്. സ്വാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തേനീച്ചയുടെ സ്വാം ഓഫ് ബീസ് എന്ന് പറയും. അതായത് തേനീച്ചക്കൂട്ടം വരുന്നത് പോലെ, ഈച്ചകൾ വരുന്നത് പോലെ, കൊതുകുകൾ വരുന്നത് പോലെ, സ്വാം ഓഫ് മൊസ്കിറ്റോ, സ്വാം ഓഫ് ബീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടത്തോടെ പറന്നു വരും. കൂട്ടത്തോടെ പറന്നു വരുന്നതിന്റെ ഉദ്ദേശം തന്നെ ഒറ്റയ്ക്ക് വന്നാൽ അതിനെ അടിച്ചിടുമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ വന്ന സ്വാം ഓഫ് ഡ്രോൺസിനെയും മിസൈൽസിനെയും വളരെ ഫലപ്രദമായിട്ട് ഇന്നലെ വൈകുന്നേരം 8:30 മണിക്ക് ജമ്മു കാശ്മീരിലാണ് ആക്രമണം തുടങ്ങിയത്. പക്ഷെ അത് തിരിച്ച് പല 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 സ്ഥലങ്ങളുണ്ട്. ഇങ്ങ് ഗുജറാത്ത് വരെ, പൂഞ്ച് മുതൽ ഗുജറാത്ത് വരെ അവര് ഇങ്ങനത്തെ ഡ്രോൺസുകളെ ഒരുപാടെണ്ണത്തിന് വിട്ടു. ഈ ഡ്രോൺസ് ഒരുപക്ഷെ അവർക്ക് കിട്ടിയിരിക്കുന്നത് തുർക്കിയിൽ നിന്നായിരിക്കും. തുർക്കിയാണ് ഇതിന്റെ ആശാന്മാരെന്നായിരുന്നു വൈപ്പ്. നമ്മൾ അതിന്റെ ഒരു പുറകോട്ടുള്ള ചരിത്രം ഒന്നും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ
റഷ്യ ആദ്യം കവച് അവരുടെ ടാങ്കുകൾ, റഷ്യയുടെ ഏറ്റവും പ്രശസ്തമായ സംഭവം എന്ന് പറയുന്നത് ടാങ്കുകളാണ്. നമുക്ക് പണ്ടത്തെ അവരുടെ ആ വാർ തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാം, നിരയായിട്ട് ടാങ്കുകൾ ഇങ്ങനെ കിലോമീറ്ററോളം നീളത്തില് ടാങ്കുകൾ വരുന്നുണ്ടായിരുന്നു. ഇവരെന്താണ് ചെയ്തതെന്ന് പറഞ്ഞാല് ഈ ടർക്കിയിൽ നിന്നുള്ള ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ആദ്യത്തെ 2-3 പിന്നെ ഇതിന്റെ മേളില് ഈ ഡ്രോണുകൾക്ക് ഒരു ഗുണമുണ്ട്. ഈ ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള സംവിധാനം പ്രതീക്ഷിച്ചില്ലെങ്കിൽ നേരെ ആ ടാങ്കിന്റെ മേളിൽ കൊണ്ടുപോയിട്ട് ബോംബിടാം. കൃത്യമായിട്ട് ആ ടാങ്കിൽ വീഴും. ഇങ്ങനെ റഷ്യയുടെ ഒരുപാട് ടാങ്കുകളെയും കവചിത വാഹനങ്ങളെയും ആർട്ടിലറി പൊസിഷനുകളെയും ഈ ടർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ഉക്രൈൻ ആദ്യം അടിച്ചിട്ടിരുന്നു. കാര്യം ആദ്യം ടാങ്കുകൾ വരുമ്പോ അതിനെ വെല്ലാൻ വേറൊരു സാധനം വേണ്ട. ഈ ഡ്രോണുകളെ അടിച്ചിടാനുള്ള ബാറ്ററി എന്നാണ് അതിന് പറയുക. ചെറിയ വലിയ തോക്കുകളെ ഒരെണ്ണം ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ഉണ്ടാവും. അതൊക്കെ റഡാർ ഗൈഡഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഡ്രോണുകളെ ട്രാക്ക് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ IR ഇത് വെച്ചിട്ട് അതിനെ അടിച്ചോളും. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കും. ഇതില്ലായിരുന്നുകൊണ്ട് റഷ്യക്ക് ആദ്യം അബദ്ധം പറ്റി. അങ്ങനെ റഷ്യയുടെ ഫ്രണ്ടിലും ബാക്കിലും അടിച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് അടിച്ചിട്ട സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇതിന്റെ അഹങ്കാരത്തിലാണ് ടർക്കിയെ കൂട്ടുപിടിച്ച് ഇന്ത്യയുടെ അങ്ങ് ശരിയാക്കി കളയാമെന്ന് ഇവര് തെറ്റിദ്ധരിച്ചതെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇന്ത്യക്ക് ഈ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളതിനെ കൈകാര്യം ചെയ്യാനുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ എന്താണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്നുള്ളതെന്ന് ഒന്ന് സാധാരണ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി, എത്ര പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എന്താണെന്നൊന്ന് പരിശോധിക്കും. ഇതൊരു മൾട്ടി ലെയർ ഇന്റഗ്രേറ്റഡ് സംവിധാനമാണ്. അതായത് അത് പല പല തലങ്ങളുള്ള എല്ലാത്തിനെയും കൂട്ടി യോജിപ്പിക്കുന്നത്. അതാണ് ഈ മൾട്ടി ലെയർ ഇന്റഗ്രേറ്റഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിനെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു മിസൈലോ ഒരു ഡ്രോണോ വന്നാൽ അത് കടന്നു വരുമ്പോൾ തന്നെ അതിനെ കണ്ടുപിടിക്കണം. അപ്പൊ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ആദ്യം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞ് അതിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലാണ്, എത്ര സ്പീഡിലാണ് പോകുന്നതെന്നുള്ളത് ട്രാക്ക് ചെയ്യണം. ആദ്യം ഡിറ്റക്ട് ചെയ്യണം, പിന്നെ ട്രാക്ക് ചെയ്യണം, എന്നിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാന്ന് പറയുന്നത്, അത് ഇല്ലാതാക്കുക. അപ്പൊ അതിനകത്ത് കുറെ സാധനങ്ങൾ ആവശ്യമാണ്. അപ്പൊ ഇത് എയർക്രാഫ്റ്റ് ആയാലും ശരി, അതായത് ഒരു വിമാനമായാലും ഫൈറ്റർ പ്ലെയിൻ ആയാലും ശരി, മിസൈൽ ആയാലും ശരി, ഡ്രോണുകളായാലും ശരി, ഇതാണ് വേണ്ടത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഇന്ത്യക്കകത്തുണ്ടാക്കിയതും പുറത്തുനിന്നുമുള്ള ഒരുപാട് ടെക്നോളജികൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് റഡാർ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇന്റഗ്രേറ്റഡ് റഡാർ എന്ന് പറയും, അതുണ്ട്. അവയെ ആക്രമിക്കാനുള്ള മിസൈൽ സംവിധാനമുണ്ട്. അതിനുള്ള കമാൻഡ് ട്രാക്ക് ചെയ്ത് കൊടുക്കാനുള്ള കമാൻഡ് സെന്റർ ഉണ്ട്. ഇന്റർസെപ്റ്റർ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് 4-5 കാര്യങ്ങൾ ചേർന്നിട്ടാണ് 2-3 റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും പല മിസൈൽ സംവിധാനങ്ങൾ. ഉദാഹരണത്തിന് ഇന്നലെയൊക്കെ നമ്മുടെ വാർത്തകളിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നത് നമ്മുടെ S-400 അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റഷ്യയുടെ ഒരു സംവിധാനമാണ്. പ്രിസൈസ് ആയിട്ട് അടിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മളൊരു ഒരു കൊതുക് വന്നാൽ അതിനെ കൊല്ലാൻ ഒരു കഴുകനെ വിടാറില്ല. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കൊതുകുകളുടെ എണ്ണം കൂടുതലും കഴുകന്മാരുടെ എണ്ണം കുറവായി പോകും. അപ്പൊ നമുക്ക് ഉള്ള S-400 എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് വലിയ എയർക്രാഫ്റ്റുകൾ, വലിയ ബാലിസ്റ്റിക് മിസൈൽസ്, ദീർഘദൂര വലിയ മിസൈലുകളും പ്ലെയിനുകളൊക്കെ അടിച്ചിടാനുള്ളതാണ് S-400. അപ്പൊ ആക്ച്വലി ഇന്നലത്തെ പ്ലെയിനുകൾ വീഴ്ത്തിയിരിക്കുന്നത് S-400 ആണ്. അപ്പൊ ഓരോന്നിനും ഓരോ തരമുണ്ട്. നമ്മൾ കൊതുകിനെ കൊല്ലാൻ ചുറ്റിയെടുക്കത്തില്ലെന്ന് പറയുന്നത് പോലെ 5 കിലോഗ്രാം ഭാരമുള്ള മിസൈൽ തുടങ്ങിയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മിസൈൽ സംവിധാനങ്ങളുണ്ട്. ആ മിസൈൽ സംവിധാനങ്ങളുണ്ട്. പിന്നെ അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ റഡാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമുക്ക് ഇന്ദ്ര 2 എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. രോഹിണി എന്ന് പറഞ്ഞൊരു റഡാർ ഉണ്ട്. അശ്വിനി എന്ന് പറഞ്ഞൊരു റഡാർ ഉണ്ട്. ഇതൊക്കെ എയർലി ഡിറ്റക്ഷൻ, എയർക്രാഫ്റ്റ് മിസൈലും വരുമ്പം കണ്ടുപിടിക്കാനുള്ളതാണ്. ഇന്നലെ ഉപയോഗിച്ച സ്വാഡ് ഫിഷ് റഡാർ എന്ന് പറയുന്ന വളരെ ലോങ് റേഞ്ച് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഇതിന്റെ പ്രസക്തി? നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ മോക്ക് ഡ്രില്ല് നടന്നപ്പം ഈ മോക്ക് ഡ്രില്ലിന്റെ സംവിധാനങ്ങൾ എയർഫോഴ്സുമായിട്ടായിരുന്നു ഡയറക്റ്റ് കണക്ഷൻ. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഡ്രോൺ ഉയരുമ്പോൾ തന്നെ നമുക്കിവിടെ പ്രിപ്പറേഷൻ വേണം. ലൈറ്റ് അണയ്ക്കാൻ, ബ്ലാക്ക് ഔട്ട് നടത്താൻ, പൊസിഷൻ എടുക്കാൻ ഒക്കെയുള്ള സംവിധാനമാണ്. അതിനാണ്. അപ്പൊ ലോങ് റേഞ്ച്, ഇപ്പൊ ഇന്നലെ ഉപയോഗിച്ച സോട്ട് ഫിഷ് റഡാർ എന്ന് പറഞ്ഞൊരു റോഡ്, ലോങ് റേഞ്ച്, അതായത് ബാലിസ്റ്റിക് മിസൈൽ ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളതാണ് സോട്ട് ഫിഷ് റഡാർ. ഗ്രീൻ പൈൻ റഡാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല തരത്തിലുള്ള റഡാറുകളുണ്ട്.
നമുക്ക് ധാരാളം സർഫസ് ടു എയർ മിസൈൽ, സാം എന്നാണ് പറയുക, സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഇന്നലെ ഏറ്റവും ഉപയോഗിച്ച ഒന്നാണ് ആകാശ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കി, ഇന്ത്യ തന്നെ ഉണ്ടാക്കിയാണ് ആകാശ്. അതൊരു മീഡിയം റേഞ്ച്, ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന മീഡിയം റേഞ്ചിലാണ്. അത് എയർക്രാഫ്റ്റിന് അടിക്കാം, UAV അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിനെ അടിക്കാം, ക്രൂയിസ് മിസൈലിനെ അയക്കാം. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മുതൽ 30 കിലോമീറ്റർ വരെയാണ്. എന്താണ് ഇതിന്റെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മേടിക്കുകയാണെന്ന് വളരെ കനത്ത വില കൊടുത്ത് മേടിക്കേണ്ടി വരും. അതാണ് അതിന്റെ വില. ഇന്നലെ തന്നെ ഉപയോഗിച്ച വേറൊരെണ്ണമാണ് ബരാക് 8 എന്ന് പറയും. ഇന്ത്യയും ഇസ്രായേലും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആണ് ബരാക് 8 എന്ന് പറയുന്ന മീഡിയം ടു ലോങ് റേഞ്ച് മിസൈൽ. നേവൽ, അത് നേവിയുടെ അതിന് ഉപയോഗിക്കുക. അത് 70 മുതൽ 100 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതാണ്. ഇത് രണ്ടുമാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. പിന്നെ സ്പൈഡർ എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ വേറൊരു മിസൈൽ സിസ്റ്റം ഉണ്ട്. നമുക്കൊരു QRSM, ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. VLSR എന്ന് പറയും, അതായത് വെരി ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. ഇതൊക്കെ ഇന്ത്യ ഉണ്ട്. അത് ഏതിനു വേണ്ടി ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്, ഏതാണ് വരുന്നത്, ഏത് സ്പീഡിലാണ് വരുന്നത്, എത്ര ദൂരത്തു നിന്നാണ് വരുന്നത്, ഇതൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പൊ അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സെലക്ട് ചെയ്യാം. ഇനി വലിയ വലിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് BMD എന്ന് പറഞ്ഞിട്ട് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് പാർഷ്യലി ഡെവലപ്ഡ് ആണ്. അതാണ് നമ്മുടെ പൃഥ്വി എയർ ഡിഫൻസ് എന്ന് പറയുന്ന സാധനം, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് എന്നൊക്കെ പറയുന്ന വലിയ സംവിധാനങ്ങൾ. ഇത് ഇപ്പൊ തൽക്കാലം ഇതിനെ സ്വാഡ് ഫിഷ് റഡാറുമായിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ റഷ്യയുടെ നിന്ന് മേടിച്ച S-400 സുദർശന ചക്രം എന്ന് പറയുന്ന വലിയ മിസൈലുകളും ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഫൈറ്റർ പ്ലെയിൻസിനെയൊക്കെ അടിച്ചിടാൻ വേണ്ടി കണ്ടുപിടിച്ച്, ഈ പറയുന്ന രീതിയിൽ തന്നെ കണ്ടുപിടിച്ച്, അത് റഷ്യയുടെ നിന്ന് മേടിച്ച വലിയ ചെലവുള്ളതാണ്. 400 മീറ്റർ റേഞ്ചിൽ വരെ അത് ഡിറ്റക്ട് ചെയ്ത് തകർക്കാൻ പറ്റും. മാത്രമല്ല നമുക്കൊരു ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഇതെല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് മനുഷ്യനെ കൊണ്ട് ട്രാക്ക് ചെയ്യാനോ ചെയ്യാനോ പറ്റില്ല. ഉടനെ അവിടെ അറിയിക്കുക, ഇവിടെ അറിയിക്കുക, ഇതിന് എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് അണയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. മറ്റൊരു കാര്യം, ഇന്നലെ നമ്മുടെ ചെയ്ത ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് DRDO ഡെവലപ്പ് ചെയ്ത, നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട്, DRDO ഡെവലപ്പ് ചെയ്ത ആന്റി ഡ്രോൺ സിസ്റ്റം. അതായത് ഈ ഡ്രോണുകളെ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്തിട്ട് ജാം ചെയ്ത് ലേസർ വെച്ച് ന്യൂട്രലൈസ് ചെയ്യും, അല്ലെങ്കിൽ RF ഫ്രീക്വൻസി വെച്ച് ന്യൂട്രലൈസ് ചെയ്യും. ഇതും ഇന്നലെ ഉപയോഗിച്ചു എന്നാണ് DRDOയുടെ ആന്റി ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചതാണ്. പിന്നെ ധാരാളം ഗണ്ണുകളുണ്ട്. അതായത് ഇന്നലെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാറ്ററീസ്, ഈ ഡ്രോണുകളെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാക്ക് ചെയ്തിട്ടുള്ള ബാറ്ററി ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആണ് ഇന്നലെ രക്ഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതില്ലായിരുന്നെങ്കിലുള്ള ഒരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും. ഇസ്രായേലിന് പോലും പണി കിട്ടിയെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. പലപ്പോഴും മിസൈലുകൾ അവരുടെ രാജ്യത്ത് പതിച്ചു, കുറച്ചുപേരെയൊക്കെ കൊന്നു. അപ്പൊ നമ്മുടെ അയൺ ഡോം ഫെയിൽ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം കൂടി അവരുടെ അയൺ ഡോം ഫെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എയർപോർട്ടിനടുത്ത് ഒരു മിസൈൽ, ഹൂത്തികളുടെ മിസൈൽ വന്ന് ഇപ്പം ഒരാഴ്ചക്കകത്ത്. അപ്പൊ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതാണ് ഇന്നലെ ഇന്ത്യയെ രക്ഷിച്ചത്. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ അടിച്ച അടികളെല്ലാം കൃത്യമായിട്ട് കൊള്ളുകയും ചെയ്തു. ഒരു മിസൈലിനെ പോലും അവരുടെ അതിനൊരു പേരുണ്ടായിരുന്നു, അതായത് ഒരു പ്രത്യേക പേരുള്ള, അതായത് ചൈനീസ് TQ-8 എന്നെന്തോ പറഞ്ഞൊരു സാധനം, അത് ലാഹോറിൽ ഒരു ഫലം ഉണ്ടായില്ല, അതിനടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവരുടെ സംവിധാനങ്ങൾ ഫെയിൽ ചെയ്യുകയും ചെയ്തു, ചൈനീസ് സംവിധാനങ്ങൾ ഫെയിൽ ചെയ്യുകയും ചെയ്തു. അവര് ടർക്കിയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്രോണുകളൊന്നും വർക്ക് ചെയ്തില്ല. ചൈനയുടെ ഒരു മിസൈലും ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടില്ലെന്നുള്ളത് ഇന്ത്യയുടെ ഒരു വലിയ ടെക്നിക്കൽ വിജയമാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചാൽ പറഞ്ഞു, ഇന്ത്യ ഒരു വലിയ കാര്യമാണ് അങ്ങോട്ട് ഇന്നലെ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഇത്ര ഷോർട്ട് ടൈമിൽ, ഇത്രയും ദൂരത്ത്, ഇത്രയും സ്പ്രെഡില് 9 സ്ഥലത്ത് അടിച്ചു എന്നുള്ള ഒരു ആദ്യമായിട്ട് ഒരു രാജ്യം ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ ഈ സൈനിക ശേഷി കണ്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ്. ഇന്ന് ശരിക്കും എന്തൊക്കെ ഡാമേജ് ആണ് നമ്മൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ അടി തുടങ്ങിയത്. ഇന്ന് രാവിലെ വരെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 11 മണിക്ക് പോലും അലാംസും സൈറനൊക്കെ വന്നു. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് ഇന്നലെ രക്ഷിച്ചത്. ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ രാജ്യത്തിന്റെ നായകന്മാർക്കാണ്.
മിലിറ്ററിക്ക് കാശ് കൊടുത്താൽ മാത്രമല്ലേ അവർക്ക് ഇതൊക്കെ സംഘടിപ്പിക്കാൻ പറ്റൂ. അപ്പം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ദീർഘവീക്ഷണം ഇന്നത്തെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് NDA സർക്കാർ ഉണ്ടാക്കിയെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്നലെ നമ്മളെ രക്ഷിച്ചത് എന്നുള്ള സംഭവമാണ്. ഇല്ലെങ്കിൽ ഇന്നത്തെ കഥ മറ്റൊന്നാകും. അപ്പൊ അതാണ് ഇതേക്കുറിച്ച് പറയാൻ. എനിക്ക് തോന്നുന്നു വിനോദ് സാർ സൂചിപ്പിച്ച ചൈന പാകിസ്ഥാന് നൽകിയ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് HQ-9P എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ഇന്ത്യ ഇന്നലെ കഴിഞ്ഞ ദിവസം നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല ലാഹോറിലും റാവൽപിണ്ടിയിലേക്കുമെല്ലാം ഇന്ത്യയുടെ ഹാർപി ഡ്രോണുകളാണ് ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിഷ്പ്രഭമാക്കിയത് എന്ന് പറയാം. എന്തായാലും നമ്മുടെ ഇന്ത്യൻ സേന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ കർമ്മം ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.